Hello guys, welcome back to my channel and you are listening to RJ Steffi. എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് റിയലി സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ പറ്റിയാണ്. നമ്മുടെ ന്യൂസിലൻഡിൽ നഴ്സസിന് ഉള്ള ജോലി ഷോർട്ടേജസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഈ സിറ്റുവേഷൻ കൂടെ പലരുടെയും കടന്നു പോകുന്നതായിരിക്കും. കാരണം ന്യൂസിലൻഡ് ഒരു ഡ്രീം കൺട്രിയാണ് പലർക്കും. സോ ന്യൂസിലൻഡിൽ എത്താൻ വേണ്ടി നമ്മൾ നഴ്സസ്, ഞാനൊരു നഴ്സാണ്, സോ എനിക്കറിയാവുന്നതാണ്. സോ നമുക്ക് ഒരുപാട് സ്റ്റെപ്പിൽ കൂടെ ഇവരുടെ പ്രോസസ്സിങ് അത് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അതിനുശേഷം ക്യാപ് സീറ്റ് വെയിറ്റിംഗ്, അവസാനം നമുക്ക് ക്യാപ്പിന് ഒരു സീറ്റ് കിട്ടുന്നു. സീറ്റ് കിട്ടി ക്യാപ്പ് സക്സസ്ഫുൾ ആയിട്ട് പാസ്സായി പുറത്തിറങ്ങിയിട്ട് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥ, ദാറ്റ്സ് ഹോറിബിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ടെറിബിൾ ആയിരിക്കും. സോ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്നും ജോലി കിട്ടാൻ പാടുണ്ടായിരുന്നു. ഡയറക്റ്റ് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നമുക്ക് DHPസിലൊന്നും പെട്ടെന്ന് ജോലി കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കിട്ടുന്ന ജോലിക്ക് ആദ്യം കയറും. അത് റെസ്റ്റ് ഹോംസിലാണെങ്കിൽ റെസ്റ്റ് ഹോംസ്, എവിടെയാണെങ്കിലും അത് കയറും. പക്ഷേ സ്റ്റിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1 month, എനിക്കിങ്ങനെ ഏരിയ പ്രിഫറൻസസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു 1 month വെയിറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പല ഫ്രണ്ട്സും ഇന്ന സ്ഥലത്തെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പല ഫ്രണ്ട്സിനും 2-3 monthsോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. സോ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 4 വർഷമായി. സോ 4 വർഷം വരത്തെ ഒരു സിറ്റുവേഷൻ ആട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഇതിന് മുന്നേ വന്ന എൻ്റെ കസിൻസ് എവിടെയുണ്ട്. സോ എൻ്റെ കസിനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പുള്ളിയൊക്കെ ഒരു 4-5 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ജോലി കിട്ടാൻ. അന്ന് കാലത്ത് പുള്ളിയൊക്കെ 10 വർഷം മുന്നേ വന്നതാ. അപ്പൊ അന്ന് അത്രയും വെയിറ്റ് പീരീഡ് ഉണ്ടായിരുന്നു. ന്യൂസിലൻഡ് ഒരു ചെറിയ രാജ്യമാണ്. ഇവിടെ പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഏരിയയിൽ ഒരെണ്ണം. ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്തെ പറ്റി പറയുവാണെങ്കിൽ ഒട്ടാഗോ റീജിയനിൽ ഒരു വലിയ ഹോസ്പിറ്റലേ ഉള്ളൂ, അത് ഡെന്റിലാണുള്ളത്. അപ്പോ പിന്നെ സബ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പക്ഷെ അതിലൊന്നും മേജർ സർജറീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അവരെല്ലാം എയർലിഫ്റ്റ് ചെയ്ത് നമ്മുടെ മെയിൻ ഡെനഡിൻ പബ്ലിക് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നമുക്ക് ചുറ്റിനുമുണ്ട്. സോ എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറച്ചുകൂടെ ഈസിയാണ് ജോലി കിട്ടാനെന്ന്. സോ എനിവേ, നമ്മളെല്ലാവരും നാട് വിട്ട് ഇവിടെ വന്നേക്കുന്നത് ബെറ്റർ ലൈഫിന് വേണ്ടിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അത് ബെറ്റർ മണി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ വന്നേക്കുന്നത്. സോ ഞാൻ പറയുന്നത് ഈ വെയിറ്റ് പീരീഡ് ഇന്ന് കറന്റ്ലി ഇപ്പോ ഇവിടെ ക്യാപ്പ് കഴിഞ്ഞിറങ്ങുന്ന നഴ്സസ് ഫേസ് ചെയ്യുന്ന ഈ വെയിറ്റ് പീരീഡ്, ഇറ്റ്സ് നത്തിങ് ന്യൂ. അത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്തും ഞങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ജോലി കിട്ടാൻ. അതിന് മുന്നേ പണ്ട് കാലത്തുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് 6-7 months ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത്. സോ ആ ബേസിക് സ്ട്രഗിളിലുമാണ് ഇപ്പൊ തിരിച്ചു വന്നേക്കുന്നത്. സോ ഇപ്പൊ പലരും 6-7 monthsോട് കൂടി പ്രതീക്ഷയോടെ കീപ്പ് ഓൺ അപ്ലൈ ചെയ്താൽ മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. പക്ഷെ എനിക്കിതൊരു ക്രൈസിസ് എന്നതിലുപരി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിനെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ എക്സ്പീരിയൻസ് ഉള്ള നല്ല രീതിക്ക് സിവിയും കവർ ലെറ്ററും ഒക്കെ വെച്ച് കീപ്പ് ഓൺ ട്രൈ ചെയ്യുന്ന പലരും സക്സീഡ് ആയിട്ടുണ്ട്. എനിക്ക് പലരെ അറിയാം, പലർക്കും ജോലി കിട്ടിയ പലരെ അറിയാം. അതുപോലെ തന്നെ ഇതുപോലെ എക്സർഷൻ എടുത്ത് മാക്സിമം ട്രൈ ചെയ്തിട്ട് ജോലി കിട്ടാത്തവരെ അറിയാം. അപ്പോ എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ജോലി കിട്ടിയവരോട് ബിഗ് കൺഗ്രാറ്റ്സ്. ജോലി കിട്ടാത്തവരോട് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെസ്പായി പോരുത് കേട്ടോ. ഇപ്പൊ 2-3 monthsോളം സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഡെസ്പാവരുത്. കീപ് അപ്ലൈയിങ്. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു നല്ല സിവിയും നല്ലൊരു കവർ ലെറ്ററാണ്. സിവിനേക്കാളും റിയലി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കവർ ലെറ്റർ പ്രോപ്പർ ആയിരിക്കുക എന്നുള്ളതാണ്. ആ കവർ ലെറ്റർ കാണുമ്പോൾ അതിനകത്ത് അറിയണം നമ്മുടെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാ, നമ്മളെ അവർ ഹയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാ ഉണ്ടാവുന്നത്. വാരി വലിച്ച് എഴുതുന്നതല്ല ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത്. യു ഷുഡ് ബി ഹൈലൈറ്റിംഗ് ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഹാവ് ആസ് എ വൈ യു ആർ സ്പെഷ്യൽ ആൻഡ് വൈ ദേ ഷുഡ് ഹയർ യു എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ കവർ ലെറ്റർ. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് കവർ ലെറ്ററിനെ പറ്റിയും സിവിയെ പറ്റിയും. എങ്ങനെയെന്ന് ഞാൻ 1-2 പേരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഐ വിൽ ഗിവ് യു എ ബ്രീഫ് ഔട്ട്ലുക്ക് ഓഫ് ഹൗ എ സിവി, എങ്ങനെയാണ് ഒരു സിവി വേണ്ടത്, ഒരു കവർ ലെറ്റർ വേണ്ടതെന്ന്. സോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എൻ്റെ കൂടെ എൻ്റെ കോളേജിൽ പഠിച്ചവരൊക്കെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂസിലൻഡിൽ ഇപ്പൊ ജോബ് ക്രൈസിസ് ആണെന്ന് കേൾക്കുന്നു, റൈറ്റ് ആണോ എന്ന്. സോ ന്യൂസിലൻഡിലെ ജോബ് ക്രൈസിസ് കറന്റ്ലി എന്ന് പറയുന്നത് ക്യാപ്പ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. അത് വെച്ച് നമുക്ക് ക്യാപ്പ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിരാശരായി ഇപ്പൊ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവരെ ഉള്ള പ്രോസസ്സിംഗ് ഉപേക്ഷിക്കുകയും ചെയ്യരുത്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ എത്തണം എന്നാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിൽ ന്യൂസിലൻഡ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ ആണ്. നമുക്ക് പച്ചപ്പും മനോഹാരിതയും, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാമല്ലോ അല്ലെ, അതിനകത്ത് കാണുന്നതല്ല ഒറിജിനൽ ആട്ടോ.
ഞങ്ങളുടെ വീടിന്റെ ബിഹൈൻഡുള്ള ട്രീസ് ഒക്കെയാണ് കാണുന്നത്. സോ നല്ലൊരു സ്ഥലമാണ്, നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മനുഷ്യരാണെങ്കിലും സൂപ്പർ ഫ്രണ്ട്ലി ആണ്. അത്ര റൂഡായിട്ടുള്ള മനുഷ്യരെയൊക്കെ ഞാൻ വളരെ റെയർ ആയിട്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ട്. പിന്നെ റേസിസത്തിനെതിരെ സ്ട്രോങ് ആയ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. സോ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രി ടു ലിവ് ഇൻ ന്യൂസിലാൻഡ് ആണ്. എല്ലാം നമ്മുടെ മദർലാൻഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ മദർലാൻഡിൽ നമുക്ക് ബെറ്റർ പേ, പ്രോപ്പർ പേ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെല്ലാവരും ബെറ്റർ ലൈഫിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ എന്നാലും ഇവിടെ ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ലൈഫെല്ലാം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് പോകുന്നു. രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോവാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ പുതുതായിട്ട് ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപ്പ് അവരെ ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്തെങ്കിലും ഇപ്പോൾ അന്ന് മുതൽ APC കിട്ടിയവർക്കൊക്കെ, APC അല്ല, ഡിസിഷൻ ലെറ്റർ കിട്ടിയവർക്കൊക്കെ ഇപ്പോൾ ക്യാപ്പ് സ്റ്റിൽ റണ്ണിങ് ഉണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ ക്യാപ്പിനായിട്ട് വരുന്നവര് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ആദ്യം വരിക. വിത്ത് ഫാമിലി വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിത്ത് ഫാമിലി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ക്യാപ്പ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ എവിടെയാണോ പ്ലേസ് ചെയ്തേക്കുന്നത് അവർ നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. ക്യാപ്പ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ദേ ഗോട്ട് എ ജോബ് ഓഫർ, ഒഫീഷ്യൽ ജോബ് ഓഫർ അല്ല, വെർബലി ജോബ് ഓഫർ കിട്ടി, അവർ അപ്ലൈ ചെയ്ത് അവർ അവിടെ തന്നെ ജോലിക്ക് കയറിയ സിറ്റുവേഷൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു വെയിറ്റ് ടൈം എക്സ്പെക്ട് ചെയ്ത് വേണം വരാൻ. നിങ്ങൾ ക്യാപ്പ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ആരും എങ്ങോട്ടും പെട്ടെന്ന് ഹയർ ചെയ്തെന്ന് വരില്ല. നിങ്ങൾ കീപ്പ് ഓൺ അപ്ലൈ ചെയ്യണം, നിങ്ങളെ എൻക്വയർ ചെയ്യണം എല്ലായിടത്തും പോയിട്ട്. ഒഫീഷ്യലിയോ അതോ ഇന്റർനെറ്റ് സൈറ്റ്സ് ഉണ്ട്, അവിടെ പോയി എൻക്വയർ ചെയ്യും. ഫിസിക്കലി നിങ്ങൾക്ക് പോയി എൻക്വയർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ദുബായിലും അങ്ങനെയുള്ള UAE അതുപോലെ മറ്റു രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നല്ല പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജോബ് റിസൈൻ ചെയ്ത് വരാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഫോർവേഡ്. ന്യൂസിലാൻഡ് ഈസ് എ ഗുഡ് പ്ലേസ്. നമ്മൾ വരുക, നമ്മൾ ക്യാപ്പ് ചെയ്യുക, നമ്മൾ എന്താ പറയുക, ക്യാപ്പ് പാസ്സാവുക, നമുക്ക് APC കിട്ടുക, നിങ്ങൾക്ക് അഫ്ര രജിസ്ട്രേഷൻ ചെയ്യാം ഓസ്ട്രേലിയക്കുള്ള. അങ്ങനെ അഫ്ര രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുക, നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുക. ഡിലേ ഉണ്ട്, സാമ്പത്തികമായ ബാധ്യത ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോവുക. ഒരു 1-2 months ലീവ് ആണെങ്കിൽ ആ സമയം മതി നിങ്ങൾക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്ത്. ഒരു 3 months ലീവ്, ഒരു ആനുവൽ ലീവ് ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ ആ ഒരു സമയം മതി നിങ്ങൾക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്യാൻ. ഇതെല്ലാം ഫിനിഷ് ചെയ്യുക, റിട്ടേൺ ബാക്ക് ടു യുവർ വർക്ക്, കീപ് അപ്ലൈയിങ് ഫ്രം ഹോം കൺട്രി. നമ്മുടെ നാട്ടിലെ ചെലവെന്ന് പറഞ്ഞാൽ നമുക്കൊരു മിതമാണ്. പക്ഷെ അതുപോലെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, റെന്റ് എല്ലാം 150 to 200 ആണ്. കാരണം ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹൈ ആണ്. സോ ഡെഫിനറ്റ്ലി റൂമിനൊക്കെ റെന്റ് ചെയ്യുന്നവര്, അവർക്ക് മുതലാവാൻ വളരെ ചുരുക്കം പേരെ പുറത്തു വന്ന് അവരുടെ പ്രൈവസി കോംപ്രമൈസ് ചെയ്ത് പുണ്യം കിട്ടാൻ വേണ്ടി റെന്റ് കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനേ നോക്കത്തുള്ളൂ. സോ 150 to 200 ആയിരിക്കും നിങ്ങളുടെ റെന്റ്സ് ഒക്കെ വരുന്ന ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് കരുണയും ദയൊക്കെ തോന്നി റെന്റ് കുറച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. സോ ആ ഒരു ചെലവ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഫുഡ് എക്സ്പെൻസും എല്ലാം അത്യാവശ്യമുള്ള ഒരു നാടാണ്. സോ നമുക്ക് ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ പഠിത്തം, ഇവിടെ വന്ന് എന്നാ പറയാ, ഇവിടെ ക്യാപ്പ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ജോലി കിട്ടുന്നവരെ എനിക്കിപ്പോഴും അറിയാം, പലരും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയച്ച് ഇവിടെ റെന്റും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, ജോലി ആവാത്തവര്. സോ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പെൻസ് നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് യു കം വിത്ത് എ ഫാമിലി സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഹാർഡ്. പക്ഷേ നിങ്ങളുടെ ഡിസിഷനാണ്, ടോട്ടലി നിങ്ങളുടെ ഡിസിഷനാണ്. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വന്നേക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു അവസ്ഥയിലല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയത്ത് വന്നപ്പോൾ പോലും ഫസ്റ്റ് ഞാനാണ് വന്നത്. ഞാൻ വന്ന് ജോബ് സെക്യൂർ ചെയ്തിട്ട് ദെൻ എൻ്റെ ഹസ്ബൻഡ് വന്നു. പിന്നെ പുള്ളി വന്നത് ജസ്റ്റ് കോവിഡിന് തൊട്ട് മുന്നേ ആട്ടോ, ആ കോവിഡ് ഔട്ട് ബ്രേക്കിന് തൊട്ട് മുന്നേ ആയിരുന്നു പുള്ളി വന്നത്. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ സെറ്റിലായി. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക, വിതൗട്ട് ഫാമിലി വരുന്നതായിരിക്കും ബെറ്റർ ഫോർ യുവർ എക്സ്പെൻസും. പിന്നെ അത്രയും വെൽത്ത് ആൻഡ് ഹെൽത്ത് എല്ലാം യു ഹാവ് ദ എമൗണ്ട് ടു സ്പെൻഡ്. നിങ്ങൾ വെൽ സെറ്റിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് അപ് ടു യു. വളരെ പേഴ്സണലായിട്ട് നിങ്ങളുടെ അഭിപ്രായമാണ്, അത് മറ്റാരും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ ജോബ് ക്രൈസിസ് എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യുന്ന പലരും എനിക്ക് CV കാണിച്ചു തന്നിട്ടുണ്ട്. സോ അവരെല്ലാം നമ്മൾ നാട്ടിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു CV ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഇവിടുത്തെ ജോബ് ഡിമാൻഡ്, അതായത് ഡിമാൻഡ് ഫോർ ജോബ് ഇസ് ഹൈ, പക്ഷേ
ജോബ്സ് വളരെ വളരെ ലെസ്സാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു ബ്ലാങ്ക് ക്യാൻവാസും കൊണ്ട് ചെന്നിട്ട് നോ യൂസ് ആണ്. അവർക്ക് അത് വായിച്ച ഒരാൾക്കും മനസ്സിലാവില്ല നിങ്ങളെ എന്തിനാ അവർ ഹയർ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ ഹയർ ചെയ്യുന്നതുകൊണ്ട് എന്നെ കൊണ്ട് ഇന്നൊക്കെ ഉപയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുന്നതേ മാത്രമല്ല ഐ എം എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ്, ഞാൻ ഇന്ന കാര്യത്തിൽ കേപ്പബിൾ ആണ് എന്നൊക്കെ നിങ്ങൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു CV കവർ ലെറ്ററിലൂടെ നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യണം. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു ജോബ് പൊസിഷനിൽ ഒരു ഇന്റർവ്യൂവിലെങ്കിലും കയറാൻ പറ്റൂ. കാരണം എനിക്കൊരു ഐ ഹാഡ് എ ജൂനിയർ. സോ ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്ന സമയത്ത്, അതായത് ഈ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 1 year ഇത്രയും ക്രൈസിസ് ആയിട്ട്. അതിന് മുന്നേ ഒരു 2 years മുന്നേ ഇതായിരുന്നില്ല സിറ്റുവേഷൻ. അതായത് ക്യാപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ജോലിയായിരുന്നു, ആർക്കും ജോലി, അപ്ലൈ ചെയ്യുന്ന ആർക്കും ജോലി. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തിട്ട് ഒരേ ഒരു ആപ്ലിക്കന്റ് ആയിരുന്നു അപ്ലൈ ചെയ്തത്. ആ പുള്ളിക്കാരി ആ പർട്ടിക്കുലർ പേഴ്സണെ ഹയർ ചെയ്തു. സോ ആ ഒരു സിറ്റുവേഷന് ഇപ്പൊ ഒരു ജോബ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ വിത്തിൻ 24 hours 100+ ആപ്ലിക്കേഷൻസ് ആ വരുന്നത്. സോ സിറ്റുവേഷൻസ് അറിയാലോ. ആ 100+ ആപ്ലിക്കൻസിന്റെ അടുത്ത് മൊത്തം നോക്കാൻ പോലും ആർക്കും സമയം ഉണ്ടാവില്ല. നിങ്ങളെ അവർ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ തന്നെ അവിടെ വെൽ പ്രസന്റ് ചെയ്യണം, അല്ലെ? അല്ലാതെ അവർക്കറിയോ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങൾ ഭയങ്കര ക്യാപ്പബിൾ ആയിരിക്കാം, യു മൈറ്റ് ബി എ സൂപ്പർ നഴ്സ്, എല്ലാം ആയിരിക്കും. നിങ്ങൾ അക്കാഡമിക്കലി വെല്ലായിരിക്കും. അക്കാഡമിക്കലി വെല്ലായതുകൊണ്ട് ബെസ്റ്റ് നഴ്സ് ആവണമെന്നില്ല കേട്ടോ. അക്കാഡമിക്കലി വെല്ലായിരിക്കും, നിങ്ങളുടെ നഴ്സിംഗ് സ്കിൽ എല്ലാം ബെറ്റർ ആയിരിക്കും. പക്ഷേ നിങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമുക്ക് ജോബ് ലെസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. നിങ്ങളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, ദാറ്റ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. സീരിയസ്ലി നമുക്കറിയണം, നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ CV ആൻഡ് കവർ ലെറ്റർ ആണ്, അല്ലാതെ നമ്മളല്ലാതെ നമുക്ക് വേർഡ് ഒന്നുമില്ല. നമ്മുടെ CV ആൻഡ് കവർ ലെറ്റർ, അതാണ് നമുക്ക് വേണ്ടി അവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ദാറ്റ്സ് എ പ്ലസ്. പിന്നെ ഓരോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. സോ അലോങ് വിത്ത് ഇറ്റ്, ഇന്നത്തെ ഈ ന്യൂസിലെ നഴ്സിംഗ് ക്രൈസിസിന്റെ കാരണം എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പോൾ ഇതിന്റെ മെയിൻ ഒരു റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് സമയത്ത് ന്യൂസിലാൻഡ് കുറെ കാലം ലോക്കായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് ജോബ് ഷോർട്ടേജസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട്. സോ അതിനുശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറഞ്ഞ് ന്യൂസിലാൻഡ് ഒരു വിസ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ കെയറേഴ്സും വന്നിട്ടുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പൊ പതിയെ മാറി കേട്ടോ. ഇപ്പൊ അങ്ങനെ വിസ സപ്പോർട്ടൊന്നും ആർക്കും അധികം കിട്ടുന്നില്ല. അങ്ങനെ അവര് ഫാമിലി ആയിട്ട് വന്നവരും ഉണ്ട്. സോ ദേ ആർ ലക്കി. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് നഴ്സസിനും ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പൊ അവർ റീലൊക്കേഷൻ പാക്കേജസ് കൊടുത്തായിട്ടുണ്ട്, ക്യാപ്പിന്റെ എമൗണ്ട് ഫീ റീഫണ്ട് ചെയ്യുന്നതായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ക്യാപ് ഫണ്ട് റീഫണ്ടിങ്. പിന്നെ എനിക്ക് തോന്നുന്നു റീലൊക്കേഷൻ പാക്കേജിൽ ഈവൻ അക്കോമഡേഷൻ വന്നു കഴിഞ്ഞുള്ള ക്വൈറ്റ് ഫ്യൂ വീക്സിൽ അക്കോമഡേഷൻ വരെ ഗവൺമെന്റ് പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനിലോട്ട് ദൂരം അധികമായിരുന്നില്ല. കാരണം ന്യൂസിലാൻഡിലെ ഗ്യാപ്സ് പെട്ടെന്ന് ഫില്ലായി പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്മോൾ കൺട്രി ആണ്. സോ പെട്ടെന്ന് ഒരു റഷ് വന്നു, പെട്ടെന്ന് ഗ്യാപ്സ് എല്ലാം ഫില്ലായി. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, വേക്കൻസീസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേക്കൻസി സ്റ്റിൽ ഉണ്ട്, പക്ഷെ അറ്റ് ദ മൊമെന്റ് ഫ്രോസൺ ആണ്. ന്യൂസിലാൻഡ് പാസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റിസഷൻ ഉണ്ട്, ഒരു എക്കണോമിക് ക്രൈസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോവിഡിന് ശേഷം നമ്മുടെ എക്കോണമി റിക്കവർ ചെയ്ത് വരുവാണ്. സോ അതിന്റെ ഹൗസ് മോർഗേജ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ കൂടിയായിരുന്നു. അപ്പോൾ ഹൗസ് സെല്ലിങ്ങും ബൈയിങ്ങും എല്ലാം കുറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം ബാക്ക് ടു നോർമൽ ആവാൻ തുടങ്ങുന്നു. കാരണം പ്രൈസസ് എല്ലാം കുറഞ്ഞു വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ട്. കാരണം ഡെഫിനറ്റ്ലി ഇൻ ഫ്യൂച്ചർ വരും, നഴ്സിംഗ് വേക്കൻസി വരും. നഴ്സിംഗ് ജോബിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? ഈ ലോകത്ത് അസുഖങ്ങൾ ഉള്ളിടത്തോളം കാലം നഴ്സസിന് ആവശ്യമുണ്ട്. എപ്പോഴും എൻ്റെ അമ്മ പറയാവുന്ന കാര്യമാണ്, നഴ്സസിന് എവിടെ പോയാലും ജോലി ഉണ്ടാവും. കാരണം ഈ ലോകത്ത് അസുഖങ്ങൾ ഒരിക്കലും ഇല്ലാതാവത്തില്ല. അപ്പൊ പിന്നെ നഴ്സസിന് എന്തായാലും ഡെഫിനറ്റ്ലി ജോലി ഉണ്ടാവും, അല്ലെ? ഒരു കണക്കിന് സത്യമാ, അല്ലെ? വളരെ റെയർ ആയിട്ട് നഴ്സസിന് ജോലി കിട്ടില്ല എന്നൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ. സോ എനിവേ, അപ്പൊ ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ നഴ്സിംഗ് ജോബ് വേക്കൻസീസ് ഉണ്ട്. കാരണം ഈ അടുത്ത റീസെന്റ് ഒരു പബ്ലിക് റാലി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റൽസിൽ പലയിടത്തും ഷോർട്ടേജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിയൽ ആണ്. പല ഏരിയാസിലും അങ്ങനത്തെ റാലീസും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു, നഴ്സസ് ഷോർട്ടേജ് ഉണ്ടെന്ന്. പക്ഷേ കറന്റ്ലി നമ്മുടെ ഗവൺമെന്റ് ഓരോ
DHPs-നും ഓരോ DHPs-നും ഹെൽത്ത് ന്യൂസിലൻഡ് അതായത് അവർക്ക് ഈ എക്കോണമി ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് സേവ് ചെയ്യണം എന്ന് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ ടൈം ഒക്കെ ഞങ്ങളുടെയൊക്കെ പർട്ടിക്കുലർലി കുറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയൊന്നും ഇപ്പോൾ വളരെ റെയർ ആണ് കിട്ടുന്നത്. സോ എന്താ പറയുക, സോ അവർക്ക് ഇത്ര എമൗണ്ട് സേവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അറ്റ് ദ മൊമെന്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ അത് വെച്ച് വേക്കൻസീസ് ഇല്ലെന്നല്ല, വേക്കൻസീസ് ഉണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒരു രാജ്യത്തിനും ആരെയും എടുക്കാതെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ ഉള്ള വേക്കൻസീസ് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം പ്രയോറിറ്റി ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കായിരിക്കും, ഇവിടുത്തെ റെസിഡൻസിനായിരിക്കും, ഇവിടുത്തെ സിറ്റിസൺസിനായിരിക്കും. ബട്ട് സ്റ്റിൽ വേക്കൻസീസ് ഉണ്ടാവും. ഒരു പരിധിക്കപ്പുറം ഒരിക്കലും ആർക്കും വേക്കൻസീസ് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സോ ബി ഹോപ്പ്ഫുൾ, ബി പോസിറ്റീവ്. എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആവാം. സോ ന്യൂസിലൻഡ് ഒരിക്കലും ഇതുപോലെ ആരെയും എടുക്കാതെ ഹയർ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കപ്പായി നിൽക്കാനൊന്നും പറ്റത്തില്ല. ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ മോർ IQNs അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിന് മോർ ജോലി കിട്ടും. ഇപ്പോൾ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ബി പോസിറ്റീവ്. അത് ന്യൂസിലൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്, ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ തുടങ്ങി വെച്ച് പലരും എന്നോട് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. ഒരു പ്രോസസ്സിങ് തുടങ്ങി വെച്ചാൽ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്താണ്, എനിക്കറിയാവുന്നയാ. കാരണം 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം ഡിലേ. അന്ന് CGFNS ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലായിട്ട് ഡിലേഡ് ആയിരുന്നു. എന്റെ ക്ലബ് സ്കോർ ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി എന്റെ ഡിലേഡ് ആയിരുന്നു പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം. സോ പിന്നെ നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ, എന്നാ കിട്ടിയില്ലേ കയറിയില്ലേ എന്നാ പോന്നേ അല്ലേ, ഒരു 100 ദിവസം ഉണ്ടാവും. നമ്മളെക്കാളും ടെൻഷനാണല്ലോ അവർക്കൊക്കെ. സോ അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാത്തിലും കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന ഇൻ ഫ്യൂച്ചർ നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളെ ന്യൂസിലൻഡിൽ രജിസ്റ്റർഡ് നഴ്സ് ആയിട്ടാണെങ്കിൽ കീപ് വർക്കിംഗ്. നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും ഒരു രാജ്യത്തിനും മൊത്തമായിട്ട് അടച്ചുപൂട്ടി വെക്കാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി ഓപ്പൺ വൺ ഡേ, ഇറ്റ് വിൽ ബി സൂൺ ഹോപ്പ്ഫുള്ളി. സോ വൺസ് എക്കോണമിക്ക് ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ഇസ് ഗോണ ടു ഓപ്പൺ ദ ഓപ്പർച്യൂണിറ്റീസ്. സോ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുക. അത് വെച്ച് അറ്റ് ദ മൊമെന്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നല്ല. അറ്റ് ദ മൊമെന്റ് ന്യൂസിലൻഡിലുള്ളവരും ന്യൂസിലൻഡ് ക്യാപ് രജിസ്ട്രേഷൻ കിട്ടിയവരും കീപ് അപ്ലൈയിങ്. ഐ വിൽ ബി കമ്മിങ് ബാക്ക് സൂൺ വിത്ത് എ ഗുഡ് വീഡിയോ അബൌട്ട് ദ കവർ ലെറ്റർ മേക്കിംഗ്, ഹൗ ടു മേക്ക് എ കവർ ലെറ്റർ ആൻഡ് CV. ഇത് രണ്ടും എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം, എങ്ങനെ എംപ്ലോയേഴ്സിനെ അട്രാക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ വെൽ പ്രസന്റ് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് I'll be back. You're listening to RJ Steffi. See you. Bye-bye.